ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് മൂലം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ പലരും അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് തിരഞ്ഞു നടക്കുന്നത്. പക്ഷെ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഡൈയിലുള്ള അമോണിയേക്കാളും ഹാർംഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മുടെ കെമിക്കൽ ഡൈയിലുണ്ട്. അതായത് PPD എന്ന് പറയും. പാരാഫിനൈൽ ഡയമീൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ PPD ആണ് നമ്മുടെ ഹെയർ ഡൈക്ക് നല്ല ബ്ലാക്ക് കളർ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ബ്ലാക്ക് കളർ മാത്രമല്ല, സിവിയർ ആയിട്ടുള്ള അലർജി പ്രോബ്ലംസും ഇത് നമുക്ക് ഫ്രീ ആയിട്ട് നൽകും. നമ്മുടെ മുഖത്തും ശരീരത്തും പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുക, അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ ചൊറിഞ്ഞ് പൊട്ടുക, അതിൽ നിന്ന് നീരൊലിക്കുക, അതുപോലെ തന്നെ ചുവന്ന കളറായി തീരുക, അതായത് നെറ്റി, നമ്മുടെ ചെവിയുടെ ബാക്ക് ഭാഗം, കഴുത്ത്, നമ്മുടെ ഹെയറുമായി റിലേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മുടെ തൊലിയൊക്കെ ചുവന്ന് ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഇരിക്കുക, അതൊക്കെയാണ് അലർജി പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഹെയർ ഡൈസ് വാങ്ങുമ്പോൾ അമോണിയ ഫ്രീ ആയിട്ടുള്ള, അതുപോലെ തന്നെ PPD ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനേക്കാൾ നല്ലതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കുക എന്നത് തന്നെയാണല്ലേ. അതാകുമ്പോൾ 1-2 ദിവസം ആയാലും നമുക്ക് പേടിയില്ലാതെ, നമുക്ക് അലർജി പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഹെയറിനെ നമുക്ക് നല്ല ബ്ലാക്ക് കളർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്കെങ്കിലും ഇതൊന്ന് നമുക്ക് എഫക്റ്റ് ആവും. അതുപോലെ തന്നെ ഒരു പ്രശ്നവും വരത്തുമില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കുറേ ആൾക്കാരുണ്ടല്ലേ, ഇങ്ങനെ ഹെയർ ഡൈ ഒക്കെ വാങ്ങിച്ച് അടിക്കുന്നവരും ഉണ്ട്, അവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഈ അടിക്കുന്നവരെ കണ്ടിട്ട് മറ്റു ചിലർക്കാണ് ചൊറിച്ചിൽ എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറയും. അതായത് അവൾ അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, വയസ്സായി, കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിട്ടു, എന്നിട്ടും അവൾ ഡൈ അടിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന 1% ആൾക്കാരുണ്ടല്ലേ. പക്ഷേ അവരുടെ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ മറ്റുള്ള ആൾക്കാരല്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ് കുറച്ചേ ഉള്ളൂ. അത് നമ്മൾ നല്ല സന്തോഷത്തോടെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഡൈയെ പറ്റിയാണ്. നാച്ചുറലായിട്ട് കെമിക്കലൊന്നും ചേർക്കാത്ത ഒരു ഡൈ ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള നമ്മുടെ കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകത്തെ പറ്റി പറയേണ്ട കാര്യമില്ല. പണ്ട് മുതൽ എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മുടെ കരിഞ്ജീരകം കൂടി ഇട്ടിട്ട് എണ്ണ കാച്ചുന്ന പതിവുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ നൽകാനും, ബ്ലാക്ക് കളറിനോടൊപ്പം തന്നെ മുടി നല്ല തഴച്ചു വളരാനും, നല്ല ഹെൽത്തിയിൽ വളരാനും, സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാനും, അതുപോലെ തന്നെ താരൻ മാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കരിഞ്ജീരകം എന്ന് പറയുന്നത്. കരിഞ്ജീരക എണ്ണയൊക്കെ ഉപയോഗിക്കുന്നവർ ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതായത് നമ്മൾ നര വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്ന് പറയുന്നത് നര വരുന്നതിന് മുൻപേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. അതായത് കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നരയ്ക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ കരിഞ്ജീരകം എന്ന് പറയുന്നത് ആൻറ്റി മൈക്രോബിയലാണ്. അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഉലുവയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഉലുവ മാത്രമായിട്ട് നമ്മൾ വെള്ളം ചൂടാക്കി തലയിൽ അപ്ലൈ ചെയ്താലും കുറേ ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടിയുടെ സ്ട്രക്ചറിനെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത്. മുടി വളരാനും, അതുപോലെ തന്നെ താരൻ മാറാനും, മുടി നല്ല ബ്ലാക്ക് കളറിൽ നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ആവശ്യമുള്ള നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കപ്പൊടിയെ പറ്റിയും എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. നമ്മൾ എന്ത് ഹെയർ ഡൈ ഉപയോഗിച്ചാലും, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിച്ചാലും അതിൽ നെല്ലിക്കപ്പൊടി ചേർക്കാറുണ്ടല്ലേ. അതായത് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് മുടി കറുപ്പിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും, മുടി നല്ല രീതിയിൽ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു തിളക്കം നൽകാനും, നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഈ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇതിനി എങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 4 അല്ലെങ്കിൽ 5 സ്പൂണ് കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുക്കുന്ന ഉലുവയും കൂടെ ആഡ് ചെയ്യുക. നമ്മൾ എത്ര കരിഞ്ജീരകമാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി വേണം ഉലുവ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 4 ടീസ്പൂണ് കരിഞ്ജീരകമാണെങ്കിൽ 2 ടീസ്പൂൺ ഉലുവ എടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരു ബ്രൗൺ കളറാവും. അത് നമ്മൾ ഉലുവയൊക്കെ വറുക്കുന്ന സമയത്ത് അറിയാലോ, നല്ലൊരു ബ്രൗൺ കളറാവും. നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാവേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നെല്ലിക്കപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തതിന് ശേഷം നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കരിഞ്ജീരകവും അതുപോലെ തന്നെ ഉലുവയും പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ മിക്സിലേക്ക് ഈ നെല്ലിക്കപ്പൊടി ചൂടാക്കിയതും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമ്മൾ
കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇത് നമ്മൾ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ തേയില വെള്ളമാണ്. ഒരു 2 ടീസ്പൂൺ തേയില പൊടിയിട്ട് 1 ഗ്ലാസ് വെള്ളം നല്ലവണ്ണം ചൂടാക്കി എടുക്കണം. നല്ല കടുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് നല്ലവണ്ണം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഈ തേയില വെള്ളം കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് അധികമായിട്ട് വെള്ളം ആവാൻ പാടില്ല കേട്ടോ, എങ്കിൽ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒലിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാലോ ഹെയർ ഡൈയുടെ ഒരു പരുവം എന്ന് പറയുന്നത് ആ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആദ്യമേ ശ്രദ്ധിക്കുക, അങ്ങ് തേയില വെള്ളം എടുത്ത് കമിഴ്ത്തരുത്, ആവശ്യത്തിന് മാത്രം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് നല്ലെണ്ണ കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാവേ. മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ വൈകുന്നേരമാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുത്ത് നമുക്കിത് യൂസ് ചെയ്യും. അപ്പോൾ നമ്മളിത് വയ്ക്കേണ്ടത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇരുമ്പ് ചീനച്ചട്ടിയിലെ ഒരു ഇരുമ്പിൻ്റെ അംശമുണ്ട്, അതും കൂടെ ഈ ഡൈയെ നല്ല ബ്ലാക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇരുമ്പ് ചീനച്ചട്ടി എടുക്കണമെന്ന് പറയുന്നത്. അത് നോർമൽ നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതല്ല, കുറച്ച് വെള്ളമൊക്കെ വീണിട്ട് കുറച്ച് ഇരുമ്പിൻ്റെ അംശമുള്ള ചീനച്ചട്ടി ആയിരിക്കും നല്ല ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല കുറച്ച് കൂടുതൽ കറുത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ചീനച്ചട്ടി എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. പിറ്റേ ദിവസം നമ്മൾ എടുത്തിട്ട് നമ്മുടെ വെള്ള കളറായിരിക്കുന്ന മുടിയിലേക്ക് സാവധാനം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. ഇത് കഴുകുന്ന സമയത്ത് ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, സാധാരണ നോർമൽ വെള്ളത്തിൽ തന്നെ നമുക്ക് കഴുകിക്കളയാം. ശ്രദ്ധിക്കുക, ഷാമ്പൂ ഇട്ട് നമ്മൾ വൃത്തിയാക്കിയ തലമുടിയിലേക്കാണ് നമ്മൾ ഈ ഡൈ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് സിമ്പിളായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മളെ കെമിക്കൽ ഡൈ പോലെ ഈട് നിൽക്കത്തില്ല, അത് ഞാൻ വീണ്ടും പറയുകയാണ്. നമുക്ക് നാച്ചുറൽ ആയതുകൊണ്ട് 1 അല്ലെങ്കിൽ 2 വാഷ് വരെ നമുക്കിത് ഈട് നിൽക്കത്തുള്ളൂ. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ചെറിയൊരു ബ്ലാക്ക് കളർ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ, അല്ലാതെ നല്ല ബ്ലാക്ക് കളർ കിട്ടത്തില്ല. അപ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ട്, അലർജി ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡൈ ആണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ ബൈ.